ഹായ് ഓൾ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ കാലാവസ്ഥയെ നമ്മളിൽ പലരെയും വളരെ പെട്ടെന്ന് അലട്ടുന്ന ഒന്നാണ് കഠിനമായ തൊണ്ടവേദനയും വിട്ടുമാറാത്ത ചുമയും. ഇതിന് പെട്ടെന്ന് ആശ്വാസം നൽകാൻ പണ്ട് മുതലേ നമ്മുടെ വീടുകളിൽ ഉപയോഗിച്ച് വരുന്ന ഒന്നാണ് പനിക്കൂർക്ക. ഒട്ടനവധി ഔഷധ ഗുണങ്ങളുള്ള ഈ ഇല ഉപയോഗിച്ച് തൊണ്ടവേദനയും ഇൻഫെക്ഷൻ മാറാൻ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്പെഷ്യൽ ഹെർബൽ ചായയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കണ്ടു നോക്കാം. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണേ. ആദ്യം തന്നെ നമുക്ക് ചായയ്ക്ക് ആവശ്യമായ ഫ്രഷ് പനിക്കൂർക്ക ഇലകൾ പറിച്ചെടുക്കാം. ഒരൊറ്റ കപ്പ് ചായ ഉണ്ടാക്കാൻ ഒരു 4 അല്ലെങ്കിൽ 5 ഇലകൾ ധാരാളമാണ് കേട്ടോ. പറിച്ചെടുത്ത ഇലകൾ നന്നായി കഴുകി വൃത്തിയാക്കി വെക്കാം. പനിക്കൂർക്ക ഇലകൾ നേരിട്ട് പറിച്ചെടുത്ത് ഉപയോഗിക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതിൻ്റെ ഇലകളിൽ ചെറിയ പ്രാണികളോ അവയുടെ മുട്ടകളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചായ ഉണ്ടാക്കുന്നതിന് മുമ്പായി കുറച്ച് വെള്ളത്തിൽ ഈ ഇലകൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കണം. ഇങ്ങനെ നന്നായി കഴുകിയാൽ മാത്രമേ അതിലുള്ള അണുക്കളും പ്രാണികളൊക്കെ പൂർണ്ണമായി പൊയ്ക്കോളൂ. ഇനി നമുക്ക് ചായ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വയ്ക്കാം. ഇതിലേക്ക് ഒരു 1.5 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ 1 കപ്പ് ചായയാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ വെള്ളം നല്ലതുപോലെ തിളച്ച് വരുമ്പോൾ വറ്റിപ്പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് നമ്മൾ 1.5 കപ്പ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ ഇത് കറക്റ്റ് ഒരു കപ്പ് ചായയായിട്ട് നമുക്ക് കിട്ടും. ചെറുതായി ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്. ഇഞ്ചി നന്നായി ചതച്ചോ അല്ലെങ്കിൽ ചെറുതായി അരിഞ്ഞോ ചേർത്ത് കൊടുക്കാം. തൊണ്ടവേദനയ്ക്കും ചുമയ്ക്കും ഏറ്റവും മികച്ച മരുന്നാണ് ഇഞ്ചി. ഇത് തൊണ്ടയിലെ ഇൻഫെക്ഷൻ മാറാനും കഫക്കെട്ടൊക്കെ ഉരുക്കി പോകാനും ഒത്തിരി സഹായിക്കും കേട്ടോ. ഇപ്പോൾ ദാ വെള്ളം നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ നേരത്തെ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പനിക്കൂർക്ക ഇലകൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് ഇതുപോലെ കീറിയിട്ട് കൊടുക്കും. ഇതിൻ്റെ ഗുണങ്ങളൊക്കെ വെള്ളത്തിലേക്ക് നന്നായി ഇറങ്ങുന്നത് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു നുള്ളു കുരുമുളക് പൊടിയും അതിനൊപ്പം ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി ഒരു മികച്ച ആൻറ്റിബയോട്ടിക്കാണ്. അത് തൊണ്ടയിലെ ഇൻഫെക്ഷൻ മാറാൻ ഒത്തിരി സഹായിക്കും. അതുപോലെ കുരുമുളക് പൊടിയും കൂടെ ചേരുമ്പോൾ വിട്ടുമാറാത്ത ചുമയ്ക്കും കഫക്കെട്ടിനും അത് നല്ലൊരു പരിഹാരമാകും. അപ്പോൾ ഇതും കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഇലകളുടെയൊക്കെ നിറം മാറി നല്ലൊരു ഹെർബൽ മണം വരുന്നുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് ഇതൊരു കപ്പിലേക്ക് അരിച്ചെടുക്കാം. ഈ കാണുന്നത് പോലെ നല്ല ഗോൾഡൻ നിറത്തിലാണ് ഈ ചായ കിട്ടുക. ഈ ആവി പറക്കുന്ന ചൂടോടെ തന്നെ ചെറുതായി കുടിക്കാൻ ശ്രദ്ധിക്കണം. എങ്കിൽ മാത്രമേ നമ്മുടെ തൊണ്ടയ്ക്ക് ആ ഒരു സുഖവും പെട്ടെന്നുള്ള ആശ്വാസവും കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് മധുരത്തിനായി അല്പം തേൻ ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ തേനില്ലെങ്കിൽ വിഷമിക്കേണ്ട, അതിന് പകരം കരിപ്പട്ടി ചേർത്താലും മതി. ശരിക്കും പറഞ്ഞാൽ കരിപ്പട്ടി ചേർക്കുന്നതാണ് ഇതിന് ഏറ്റവും നല്ലത്. കരിപ്പട്ടിക്ക് കഫക്കെട്ടും ചുമയും ഒക്കെ മാറ്റാൻ പ്രത്യേക കഴിവുള്ളത് കൊണ്ട് ചായയുടെ ഔഷധ ഗുണം ഇത് കൂടുതൽ കൂട്ടും. അപ്പം മധുരവും കൂടി ആകുമ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവരായാലും നല്ല ഇഷ്ടത്തോടെ ഇത് കുടിച്ചോളും. അപ്പോൾ തൊണ്ടവേദനയ്ക്ക് ആശ്വാസം നൽകുന്ന നമ്മുടെ സ്പെഷ്യൽ പനിക്കൂർക്ക ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മഴക്കാലത്തും തണുപ്പ് കാലത്തൊക്കെ വീട്ടിൽ എല്ലാവർക്കും ഉണ്ടാക്കി കുടിക്കാൻ പറ്റിയ ബെസ്റ്റ് ഹെൽത്തി ഡ്രിങ്ക് ആണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.